അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ നാളെ നടക്കുന്ന എക്സാമിൻ്റെ തിയററ്റിക്കൽ ക്വസ്റ്റ്യനുകളാണ്. ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അയച്ചിരുന്നു തിയററ്റിക്കൽ വീഡിയോസ് ചെയ്യുമെന്ന്. അപ്പോൾ തിയററ്റിക്കലി ചോദിക്കാൻ ചാൻസ് ഉള്ള മുൻവർഷ ക്വസ്റ്റ്യനുകളുടെ ബേസിലാണ് ഈ ക്വസ്റ്റ്യനുകളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഇത് ചോദിക്കുമെന്ന് ഒരിക്കലും ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. എങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ട കുറച്ച് ഏരിയകളാണ് ഈ പറയുന്നത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ നിർബന്ധമായിട്ടും കാണുക. ഇത് നമ്മൾ പാർട്ട് 2 വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ആദ്യമൊക്കെ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ 3 മാർക്ക്. ഇതെപ്പോഴും 3 മാർക്കിന് ചോദിച്ച് കാണുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളാണ് കേട്ടില്ലേ. അപ്പോൾ ഏതൊക്കെയാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക് ഷെയർസ്. അപ്പോൾ ആദ്യം തന്നെ വന്ന ക്വസ്റ്റ്യന് ബൈബാക്ക് ഷെയർസിൻ്റെ ഒബ്ജക്റ്റീവ്സുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു ഏരിയ കവർ ചെയ്യുക. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കിട്ടുന്നതായിരിക്കാം. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബൈബാക്ക് ഷെയർസ്. ഓക്കെ, ബൈബാക്ക് ഷെയർസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബൈബാക്ക് ഷെയർ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകുക വേണം. ഇനി വാട്ട് ഈസ് ഇവിടെ ഷെയർ എന്നാണ്, വാട്ട് ഈസ് ബോണസ് ഷെയർസ്, അതിൻ്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ഏരിയയായിരുന്നു ബോണസ് ഷെയർസ്. പിന്നെ കൊടുത്തിരിക്കുന്നത് മെൻഷൻ ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ബോണസ് ഷെയർസ് കനോട്ട് ബി ഇഷ്യൂഡ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിൽ മുകളിൽ ക്വസ്റ്റ്യനുകളാണ്. അതായത് ഏതൊക്കെ ചാൻസുകളിലാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാതെ വരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് പോയിന്റ് വൈസ് ആയിട്ട് ഏരിയാസ് പറയുന്നുണ്ട്. ആ ഏരിയാസ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ടു ദ കമ്പനി. എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ് ബോണസ് ഷെയർസ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടുള്ളത്. നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നാണ് പറയുന്നത്. ഒരു ബോണസ് ഷെയർസ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന അഡ്വാൻറ്റേജസുകൾ. ദെൻ റൈറ്റ് ഇഷ്യൂ ഷെയർസ്. റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ ഒക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അത്രയും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എപ്പോഴും കാണുന്നൊരു ഏരിയയാണ് റൈറ്റ് ഷെയർസ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് വരുന്ന ചോദ്യമാണ് വാട്ട് ഡു യു മീൻ ബൈ റിഡംഷൻ ഓഫ് ഷെയർസ്. റിഡംഷൻ ഓഫ് ഷെയർസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊഡ്യൂൾ 2 മെയിനായിട്ട് ആ കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ തിയറിയും പ്ലസ് ആ തിയറി കൂടാനായിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് കൂടി മെയിനായിട്ട് നോക്കി വെക്കണം. ഇനി നോൺ ബാങ്കിങ് അസറ്റ്സ്, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, ഇത് രണ്ടും ഉണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് നോൺ ബാങ്കിങ് അസറ്റ്സ് ആണ്. മേ ബി എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോൺ ബാങ്കിങ് അസറ്റ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. അത് കുറച്ച് ചില ക്വസ്റ്റ്യനുകൾ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യനുകളായിരിക്കാം. അപ്പോൾ അത് അങ്ങനെ ഒരു ചാൻസിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി റിബേറ്റും ബിൽ ഡിസ്കൗണ്ടിനെ കുറിച്ചിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ആ ഒരു മൊഡ്യൂൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കണം. ഏകദേശം നിങ്ങൾ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് പ്രോബ്ലമാറ്റിക്കലി ചെയ്യാൻ അത് കുറച്ചും കൂടി അവിടെ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് നോക്കേണ്ട ക്വസ്റ്റ്യനാണ് ലൈഫ് ഫണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിരുന്നതാണ് ലൈഫ് ഫണ്ട്. അതേപോലെ തന്നെ എന്താണ് റിവേഴ്ഷണറി ബോണസ്. കേട്ടില്ലേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ഏത് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യനുകൾ ഇങ്ങനെ പല രീതിയിൽ തല തിരിച്ച് ചോദിക്കാം. അപ്പോൾ എല്ലാ ഏരിയാസും തിയററ്റിക്കലി വരുന്ന എല്ലാ ഭാഗങ്ങളും ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പഠിക്കണം. ഇനി വാട്ട് ഈസ് നെഗറ്റീവ് ഗുഡ് വിൽ അല്ലേ. നെഗറ്റീവ് ഗുഡ് വിൽ എന്താണെന്ന് പഠിച്ചു വെക്കണം. നെഗറ്റീവ് ഗുഡ് വിൽ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് NCIന്ന് അത്യാവശ്യം ചോദിക്കാം. കാരണം തിയറി പോർഷൻസ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ വരുന്നൊരു ഏരിയയാണ് അത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഡൈല്യൂറ്റഡ് EPS, ആ ഏരിയ EPSൻ്റെ ഒരു ഏരിയ മൊത്തം നിങ്ങൾ നോക്കി വയ്ക്കണം. ഇത് കൂടാതെ നിങ്ങൾ റേഷ്യോസ് കേട്ടില്ലേ, തിയറീസ് കവർ ചെയ്യേണ്ട വേറൊരു ഏരിയയാണ് റേഷ്യോസ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. കറണ്ട് റേഷ്യോ എന്താണ്, ലിക്വിഡ് റേഷ്യോ എന്താണ്, ഫിനാൻഷ്യൽ റേഷ്യോ എന്താണ്, അങ്ങനെയുള്ള സോൾവൻസി റേഷ്യോ, അങ്ങനെ ടൈപ്സ് ഓഫ് റേഷ്യോസും ആ റേഷ്യോയുടെ എക്സ്പ്ലനേഷനും അതിൻ്റെ ഇക്വേഷനും പഠിച്ചു വെക്കണം. അത് തിയററ്റിക്കലിയും ചോദിക്കും,
അറ്റ് ദ സെയിം ടൈം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി എന്താണ് ഹോൾഡിംഗ് കമ്പനി? ഇത് കൂടായിട്ട് അമാൽഗമേഷനും മെർജറും ട്ടാ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഹോൾഡിംഗ് കമ്പനിയുടെ. നോട്ട് ചെയ്യുക. ഹോൾഡിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അമാൽഗമേഷനും അതേപോലെ തന്നെ മെർജർ, ഇക്വിസിഷൻ, ആ ഏരിയസും കൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഹോൾഡിംഗ് കമ്പനി? ഹോൾഡിംഗ് കമ്പനി എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കണം. ഇത് നിങ്ങൾക്ക് മെയിനായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയാസ് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലമാറ്റിക് ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് അല്ലെ, പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ പ്രീവിയസ് ഇയർ PYQs, ഒരുപാട് PYQs നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. പാസ്സാകാനുള്ള ഒരേ ഒരു വഴിയാണ് PYQ ചെയ്ത് പഠിക്കുക. പ്ലസ് അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജസുകൾ, അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഒരു ഘട്ടം, സ്റ്റേജസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്തിട്ട് അത് നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ അതിൻ്റെ തിയറിയും ചോദിക്കാം, പ്രാക്ടിക്കലും ചോദിക്കാം. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ മെയിനായിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം.